നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണമാണ് ഇന്ന് ഉയർന്നു വന്നത്. വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ, പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് ഉയരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ നിലവിലെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ പര്യടന സമയത്ത് വളരെ സൗമ്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ശോഭാ സുരേന്ദ്രന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ മൊബൈൽ ദൃശ്യങ്ങളൊക്കെ. വളരെ ആക്രോശത്തോടെ നിന്റെ കർണക്കുറ്റി പൊട്ടിക്കും എന്നതടക്കമുള്ള ഭീഷണി വാക്കുകൾ ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. ചില മാധ്യമ പ്രവർത്തകർക്ക് ആ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്, ബാക്കിയുള്ളവർക്ക് ആ ദൃശ്യങ്ങൾ ഉടൻ കിട്ടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദയനീയമായി പരാജയപ്പെടുമെന്ന് ബോധ്യമുള്ള BJP പ്രവർത്തകർ പാലക്കാട് വിവിധ ഭാഗങ്ങളിൽ പണമൊഴുക്കി ജയിക്കാനുള്ള വഴി തേടുകയാണ്. വോട്ടർമാരും പലയിടത്തു നിന്നും തന്നെ ആ കാര്യങ്ങൾ, അതായത് ഇന്നയിടങ്ങളിൽ വോട്ട് നേടാൻ വേണ്ടി പൈസ നൽകുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പല വോട്ടർമാരും തന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഇത്തരത്തിൽ പണം നൽകി വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് സംഭവിച്ചത് അത് ജനാധിപത്യത്തിന് ഏറെ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രൻ വീടുകൾ സന്ദർശിക്കുകയാണ്. അവർ പോകുന്ന വീടുകളിൽ അവർക്കൊപ്പം ഉണ്ടാകുന്ന ഏറ്റവും വിശ്വസ്തയായ സഹപ്രവർത്തക ഇവർ പോയതിന്റെ തൊട്ട് പിന്നാലെ ആ വീടുകളിലുള്ളവർക്ക് പണം നൽകുന്നു. അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ട് അവരുടെ പിന്നാലെ പോയി ആ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ശോഭാ സുരേന്ദ്രന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ശോഭ പറയുന്നത് നിന്റെ കരണം അടിച്ചു പൊട്ടിക്കുമെന്നാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ സൗമ്യമായി സംസാരിച്ചു വന്നിരുന്ന ശോഭാ സുരേന്ദ്രന്റെ യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു കള്ളം പിടികൂടിയതിന്റെ പേരിൽ മുഖം അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ആ സ്വഭാവത്തെ പാലക്കാട് കാണുന്നുണ്ട്. അതിനുള്ള മറുപടി പാലക്കാട് ജനം നൽകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. പാലക്കാട് മണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മതേതരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മണ്ണാണിത്. പണക്കൊഴുപ്പ് കൊണ്ടോ കോടികൾ മറിച്ചാലോ ആ മതേതരത്തെ ഇളക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. മാത്രമല്ല, ഒരു വോട്ട് നേടാൻ അല്ലെങ്കിൽ വോട്ട് വില കൊടുത്ത് വാങ്ങിക്കാനോ കഴിയില്ല. കൊടുക്കുന്ന പണം വേസ്റ്റ് ആകും എന്നതിനേക്കാൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പാലക്കാട് മതേതര ശക്തികൾ മാത്രമേ ജയിക്കുകയുള്ളൂ. പണം മുടക്കിയാലും ഇവിടെ വർഗീയത ജയിക്കില്ല എന്നാണ് BJPയോട് പറയാനുള്ളത്. പാലക്കാട് വ്യാപകമായി ഇത്തരത്തിൽ പണം നൽകുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ താൻ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ പലയിടത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ ഇതുപോലെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് MG കണ്ണന്റെ വിഷയമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറയുന്നുണ്ട്. MG കണ്ണന്റെ ഒരു സുഹൃത്ത് കൊല്ലപ്പെടാൻ കാരണം അദ്ദേഹമാണെന്നൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടു. ആരോപണം താങ്ങാനാവാതെ MG കണ്ണൻ പൊട്ടിക്കരഞ്ഞ കാഴ്ച നമുക്ക് മറക്കാനാകില്ല എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചു. എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ വിഷയത്തിൽ പറയുന്നത്, ഇത് ശോഭാ സുരേന്ദ്രൻ സൗമ്യമായിട്ട് ഇത്രയും കാലം പെരുമാറിയിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ മകന്റെ പ്രായമുള്ള ഒരു വ്യക്തിയോട് ഫോൺ വീഡിയോ എടുത്തു എന്ന കാരണത്താൽ കർണമടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ യഥാർത്ഥ സ്വഭാവം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചത്. മാത്രമല്ല, ഈ സംഭവം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരമാണ്: ശ്രീമതി ശോഭാ സുരേന്ദ്രനോടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ സഹപ്രവർത്തകർ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടിനായി പണം ഒഴുക്കുന്നു എന്ന് കേട്ടിരുന്നു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വാഹനത്തിൽ വന്ന നിങ്ങളുടെ വിശ്വസ്ത പോലും നിങ്ങൾ പോകുന്ന വീടുകളിൽ പണം കൊടുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ പകർത്തിയ താങ്കളുടെ മകന്റെ പ്രായമുള്ള കുട്ടിയോട് താങ്കൾ പറഞ്ഞത് മുഖം അടിച്ചു പൊളിക്കും എന്നാണ് ശ്രീമതി ശോഭ താങ്കൾ പറഞ്ഞത്. പാലക്കാട് മതേതര മണ്ണാണ്. പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല പാലക്കാടിന്റെ ജനാധിപത്യ ബോധ്യവും മൂല്യവും. കയ്യിൽ കുറെ പണം ഉണ്ടെങ്കിൽ അത് ആളുകൾക്ക് കൊടുത്തോളൂ. പക്ഷെ അതുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങാമെന്ന് വിചാരിക്കേണ്ട. ഈ പണത്തിനു മേലെ പാലക്കാട് പറക്കും. പിഷാരടി ജയിക്കും. ഇത് പാലക്കാടിന്റെ ഉറപ്പ് എന്നായിരുന്നു ആദ്യത്തെ പ്രതികരണം. പിന്നാലെയാണ് മാധ്യമ പ്രവർത്തകരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രൻ തള്ളിയിരിക്കുകയാണ്. പാലക്കാട് BJP പ്രവർത്തക വോട്ടർക്ക് പണം നൽകിയെന്ന ആരോപണം തള്ളി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നു. തന്നെ വേട്ടയാടാനുള്ള ശ്രമമാണെന്നും കണ്ണാടി പഞ്ചായത്തിൽ എത്തിയത് ക്യാൻസർ രോഗിയെ കാണാനാണ് എന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. വോട്ട് ചോദിക്കുന്നത് രാഷ്ട്രീയവും വികസനവും പറഞ്ഞ് മാത്രമായിരിക്കുമെന്നും സത്യം തെളിയിച്ച ശേഷം മാത്രമേ ഇതിൽ നിന്ന് പിന്മാറുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മാത്രമല്ല, ഈ കാറിൽ വന്ന കുട്ടികൾ അവർ തന്നെ കുറച്ച് ദിവസമായി പിന്തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയും അവർ പിന്തുടരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവരോട് എന്തിനെന്നെ പിന്തുടരുന്നു എന്ന് ചോദിച്ചതാണ്. മറിച്ച് അല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ താൻ വോട്ടിന് വേണ്ടിയിട്ട് പണം നൽകിയിട്ടില്ല എന്നതടക്കമുള്ള ഒരു ന്യായീകരണമാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.
ശോഭ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെയും പാലക്കാട്ടെ വോട്ടർമാരെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചില മാധ്യമങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെ നടക്കുന്നത്. കണ്ണാടിയിൽ BJP പ്രവർത്തകർ പണം വിതരണം ചെയ്തു എന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. പിരായിരി പഞ്ചായത്തിലെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഒരു ക്യാൻസർ രോഗിയും കുടുംബത്തെയും കാണാൻ പോയതിനെയാണ് പണം നൽകാനായി എത്തിയെന്ന രീതിയിൽ ചിലർ വളച്ചൊടിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ കഴിയാത്തവരാണ് ഇത്തരമൊരു വിവാദം സൃഷ്ടിച്ചതെന്നും 10ാമത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തനിക്ക് ചട്ടങ്ങൾ കൃത്യമായി അറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു. തന്നോടും തന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമീള എന്ന സ്ത്രീയോടും തങ്ങളെ പിന്തുടർന്ന ഒരു സംഘം യുവാക്കൾ അതീവ മോശമായി പെരുമാറി. തന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് ലൈംഗിക അധിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള ആംഗ്യങ്ങൾ ഒരു യുവാവ് 3 തവണ ആവർത്തിച്ചുവെന്നും അത് കണ്ടപ്പോഴാണ് താൻ കാർ നിർത്തി പുറത്തിറങ്ങിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തങ്ങളെ പിന്തുടരുന്ന കാറിലുണ്ടായിരുന്ന വ്യക്തി വിനേഷ് സർഗ എന്നയാളാണെന്നും ഇയാൾ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഒരു സഹകരണ സംഘത്തിലൂടെ 100 കണക്കിന് ആളുകളെ പറ്റിച്ച കേസിൽ പ്രതിയായ ഇയാൾ ഗുണ്ടകളെയും കയറ്റി തന്നെ അപമാനിക്കാനാണ് എത്തിയത്. മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ തന്റെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന വാദത്തെ ശോഭാ സുരേന്ദ്രൻ ശക്തമായി നിഷേധിച്ചു. തന്റെ കാറിൽ താനും പ്രമീള എന്ന ചേച്ചിയുമല്ലാതെ മറ്റാരും ഇല്ലായിരുന്നുവെന്നും ദൃശ്യങ്ങളുള്ള വെളുത്ത ചുരിദാർ ധരിച്ച സ്ത്രീ ആരുടെ കൂടെ എത്തിയതാണെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. തന്റെ കാറിൽ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ ദൃശ്യങ്ങൾ എങ്ങനെയാണ് ഒരു ചാനലിന് മാത്രം തത്സമയം കിട്ടിയതെന്നും ആ സ്ത്രീയുടെ മുഖം വെളിപ്പെടുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും അവർ വെല്ലുവിളിച്ചു. പണം സ്വീകരിച്ചു എന്ന് ആരോപിക്കപ്പെട്ട വീട്ടമ്മ തന്നെ പണം വാങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയതോടെ എതിരാളികളുടെ കഥ പൊളിഞ്ഞുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ആ പാവപ്പെട്ട കുടുംബത്തെ അമ്മയെ സമ്മർദ്ദത്തിലാക്കാണ് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ശ്രമിച്ചതെന്നും അവർ ആരോപിച്ചു. തന്നെ പിന്തുടരുകയും മോശമായി പെരുമാറുകയും ചെയ്ത യുവാക്കൾക്കെതിരെ പോലീസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വിനേഷ് സർഗയെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കണമെന്നും ഇയാൾ 1 മണിക്കൂറോളം തന്നെ പിന്തുടർന്നു എന്നും ചൂണ്ടിക്കാട്ടി പോലീസിന് മെയിൽ അയച്ചതായും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. പാലക്കാട്ടെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണെന്ന് ചിത്രീകരിച്ച് അവരെ മുഴുവൻ മാധ്യമങ്ങൾ അപമാനിച്ചുവെന്നും ഇത്തരം വാദങ്ങൾ കൊണ്ട് തന്നെ തളർത്താനാവില്ലെന്നും വലിയ ഭൂരിപക്ഷത്തിൽ താൻ പാലക്കാട് വിജയിക്കുമെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിലാണ് സംഭവം അരങ്ങേറിയത്. ഒരു വീട്ടിലെ വൃദ്ധയായ സ്ത്രീക്ക് BJP പ്രവർത്തകർ പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടത്. വൃദ്ധയുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചിരുന്നു. ഈ വീട്ടിലേക്ക് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും എത്തി. അതിനുശേഷം തൊട്ടടുത്ത വീട്ടിലേക്ക് വന്നു. അവിടെ കുറച്ചുനേരം സംസാരിക്കുകയും വൃദ്ധയുടെ കയ്യിലേക്ക് പണം നൽകുകയുമായിരുന്നു. ഈ സമയം കാറിൽ NDA സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ചിത്രീകരിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇവരോട് തട്ടിക്കയറുകയും ഇതിന്റെ ദൃശ്യങ്ങൾ, അതായത് നിന്റെ ചെവിക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നടക്കമുള്ള ആക്രോശവുമായി ശോഭാ സുരേന്ദ്രൻ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി അധികൃതർ വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആരോപണങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രൻ തള്ളുകയാണ്. അത്തരത്തിൽ പണം കൊടുത്ത് സ്വാധീനിക്കേണ്ട ആവശ്യം തനിക്കില്ല. 10 തിരഞ്ഞെടുപ്പുകളെ നേരിട്ട വ്യക്തിയാണ് താൻ. അതുകൊണ്ട് തന്നെ ചട്ടങ്ങളൊക്കെ തനിക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ചട്ടലംഘനം താൻ നടത്താൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.